Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് പേപ്പറിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസിനെ പറ്റിയാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോഴും കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള, സോ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ കോർ എന്ന് പറയുന്നത്. ആദ്യത്തെ ന്യൂസ് നമുക്ക് കുറച്ച് OS റിലേറ്റഡ് ആണ്. നമ്മുടെ iOS 17 ഒരു ബീറ്റ 6ഉം പബ്ലിക് ബീറ്റ 4ഉം ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അതിനൊരു ഫുൾ ഫ്ലെജ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ മാറ്റിയത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നിട്ട് ആപ്പിൾ മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ബീറ്റയിൽ നേരത്തെ ഉണ്ടായ ഒരു ബീറ്റയിൽ ആപ്പ് നമ്മുടെ കോളിൻ്റെ ഹാങ് അപ്പ് ബട്ടൺ, അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന ബട്ടൺ ജസ്റ്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. പക്ഷേ അത് എല്ലാ യൂസേഴ്സും കുറച്ച് അനോയിങ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ബീറ്റ 6ലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടായ പോലെ നടുക്കിലേക്ക്, അതായത് സെൻട്രൽ പോർഷനിലേക്ക് തിരിച്ച് ഹാങ് അപ്പ് ബട്ടൺ വന്നിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു WatchOSന്റെ 9.6.1 എന്ന പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, എന്തായാലും കാണുക. ആൻഡ് MacOSന്റെ ഒരു 13.5.1 എന്ന് പറഞ്ഞൊരു അപ്ഡേഷനും വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു 13 അല്ലെങ്കിൽ 16.5.1 എന്ന് പറയുന്നത് വെച്ചാൽ, നമുക്ക് യൂഷ്വലി അറിയാവുന്ന പോലെ ഇപ്പോൾ 16.1, 16.2, 16.3 എന്ന് പറയും. പക്ഷേ 16.3.1 എന്ന് പറയുന്നത് അത് ഫീച്ചേഴ്സിന് വേണ്ടിയല്ല, ബഗ് ഫിക്സിന് വേണ്ടിയാണ്. ആ ഒരു അപ്ഡേഷൻ എല്ലാ കൂട്ടരും ചെയ്യണം തന്നെയാണ് ആപ്പിളും നമ്മളും എപ്പോഴും പറയാറ്. കാരണം ആ ഒരു ബഗ് ഫിക്സ് എല്ലാവർക്കും കിട്ടണമെന്നില്ല, പക്ഷേ ബഗ് അടിച്ചിരിക്കുന്ന കൂട്ടരും കൂടെ കിട്ടാൻ, ആ ഒരു ബഗ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ അങ്ങനത്തെ ഒരു ഫീച്ചർ ഇറക്കുന്നത്. ഇപ്പോൾ നമ്മുടെ iOS 16 ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടില്ല, ഐപാഡിൻ്റെയും വന്നിട്ടില്ല 16 OSൽ. പക്ഷേ ഇപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്ത എല്ലാ പുതിയ OSകളും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷൻ പ്രോയിലേക്ക് നോക്കാം. വിഷൻ പ്രോയിൽ വരുന്ന ക്ലോക്കിൻ്റെ ആപ്പ് നമുക്കറിയാം, ആപ്പിൾ ഭയങ്കര കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും ഡീറ്റെയിലിംഗ് നോക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ വിഷൻ പ്രോയിൽ വരുന്ന ക്ലോക്കിൻ്റെ ആപ്പിൽ കാണാൻ പോകുന്ന സമയം ഏതാണെന്ന് വെച്ചാൽ, ആപ്പിൾ ഇവൻറ്റില്ലേ, ആ ആപ്പിൾ ഇവൻറ്റിൽ വിഷൻ പ്രോ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു ടൈം ആയിരിക്കും എന്നാണ്. അതിൻ്റെ കാരണം ആപ്പിൾ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നമുക്ക് സോളായിട്ടൊരു എവിഡൻസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആപ്പിളിൻ്റെ ഇപ്പോഴും എല്ലാ ഐഫോണിലും 9:41 എന്ന് പറഞ്ഞ സമയമാണ് എല്ലാ അഡ്വർടൈസ്മെൻറ്റിലും കാണിക്കുന്നത്. യുനോ വൈ? നമ്മുടെ ഈ പറഞ്ഞ സ്റ്റീവ് ജോബ്സ് ആദ്യമായിട്ട് ഐഫോൺ കാണിച്ചത് 9:41 എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാ ആപ്പിളിൻ്റെ ഐഫോൺ റിലീസ് ചെയ്യുകയാണെങ്കിലും അതിന് കാണുന്ന സമയം 9:41. ഇത്രയും നിങ്ങൾ കഷ്ടപ്പെടണം. നമ്മുടെ ഈ പറയുന്ന ഫോണിൽ, ഐഫോണിൽ സെറ്റിങ്സിൽ പോയിട്ട് വാൾപേപ്പർ നോക്കിയാൽ പോലും അതിൽ കാണിക്കുന്ന സമയം, അല്ലെങ്കിൽ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിൽ പോയിട്ട് നിങ്ങൾ കാണുന്ന സമയം നോക്കിയാൽ 9:41 ആയിരിക്കും. അത്രമാത്രം ഡീറ്റെയിൽ ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഇനി iPhone 15 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, iPhone 15 വരുമ്പോൾ നമുക്ക് പുതിയ C ടൈപ്പ് കിട്ടും. ഞാനിത് പറഞ്ഞ് വലുതാക്കല്ല, പക്ഷെ ഇത് പറഞ്ഞാലാണ് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുള്ളൂ. ഈ C ടൈപ്പ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിയുടെ എക്സ്പാൻഷൻ, ബാറ്ററിയുടെ ആ ഒരു mAh എക്സ്പാൻഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതേപോലെ 35 വാട്ട് വരെ ഫാസ്റ്റ് ചാർജിങ് ലിമിറ്റേഷൻ കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ടു ബി ഓണസ്റ്റ്, ആപ്പിൾ 35 വരെ കൊണ്ടുവന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. ഒരിക്കലും ആൻഡ്രോയിഡ് കമ്പയർ ചെയ്യരുത്. ആൻഡ്രോയിഡ് 120, 200, 250 വാട്ടൊക്കെ ചെയ്യുമ്പോൾ ആപ്പിൾ ഇപ്പോഴാണ് 35 കൊണ്ടുവരുന്ന കുറേ പേര് പറയും. പക്ഷേ 35എങ്കിലും ഇപ്പോൾ കൊണ്ടുവന്നല്ലോ എന്നാണ് എല്ലാ ആപ്പിൾ ഫാൻസിൻ്റെയും ആകെയുള്ള ആശ്വാസം. അതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ഐഫോൺ റിലീസ് ചെയ്യുമ്പോഴും അതിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ എലഗൻ്റ് ആക്കാൻ വേണ്ടി ആപ്പിൾ തന്നെ ലെതർ കേസുകളൊക്കെ റിലീസ് ചെയ്യാറുണ്ട്, ലെതറും സിൽക്കണൊക്കെ. പക്ഷേ 15 സീരീസിലേക്ക് വരുമ്പോൾ ലെതർ കേസുകൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന് പകരം ഫുള്ളി സിൽക്കണിലേക്ക് മാറുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിലപ്പോൾ എൻവയോൺമെൻറ്റേയും, അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര സ്ട്രൈക്സ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, ഈ വീഗൻ, നോൺ വീഗൻ, അങ്ങനെ കുറേ കമ്മ്യൂണിറ്റികളിലൊക്കെ പ്രശ്നം നടക്കുന്നുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആപ്പിൾ ആ ഒരു ലെതർ കേസുകൾ മാറ്റാനുള്ള ചാൻസ്. ആവാതിരിക്കാം. എനിക്ക് വന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ ഏതാണെന്ന് അറിയാമോ ലോകത്ത്? അത് iPhone 11 ആണ്. സത്യമായിട്ടും ഞാൻ പറഞ്ഞല്ല, ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള ഫോൺ എന്ന് പറഞ്ഞാൽ
iPhone 11 ആണ്. ഞാൻ വെരി പ്രൗഡായിട്ട് പറയാം, ഞാനൊരു iPhone 11 യൂസറാണ്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളൊരു iPhone 11 യൂസറാണെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. iPhone യൂസറിന് അല്ലെങ്കിൽ 11 യൂസ് ചെയ്യുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോയും കൂടെ അവന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇനി വരുന്ന ഒരു ന്യൂസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ന്യൂസാണ്. അതായത് നമ്മൾ സെപ്റ്റംബറിൽ വരാൻ പോകുന്ന ഇവൻറ്റിൽ നമുക്ക് കാണാൻ പോകുന്ന ഒരു 2 പ്രോഡക്റ്റുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന്, ഒരു പുതിയ എയർപോഡ്സ് വരാൻ ചാൻസ് ഉണ്ട്. എയർപോഡ്സ് പ്രോൻ്റെ 2nd ജനറേഷൻ ഈ അടുത്താണ് റിലീസായത്. എന്നാൽ പോലും നമുക്കൊരു പുതിയ എയർപോഡ് മാക്സ് ആയിരിക്കാം കാണാൻ പോകുന്നത്. മാക്സിന് പിന്നീട് ഈ അടുത്തൊന്നും ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടില്ല. നമ്മുടെ ഈ പറഞ്ഞ WW23 ആപ്പിളിൻ്റെ എയർപോഡ്സിന് കുറേയധികം മാറ്റങ്ങളും കുറേയധികം എന്താ പറയുക ഫീച്ചേഴ്സും ആപ്പിൾ കൊണ്ടുവന്നു. ആ ഫീച്ചേഴ്സൊക്കെ ഇംബിൾഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് ഫുള്ള് എൻഹാൻസ് ചെയ്ത് യൂസേഴ്സിന് കിട്ടാൻ വേണ്ടി ഒരു പുതിയ എയർപോഡ്സും അതേപോലെ ഒരു മാക്സീവ് ചാർജറും ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ആൻഡ് ഈ നമ്മുടെ ഈ സ്ക്രീനിൽ കാണാൻ പോകുന്ന 4 വാൾപേപ്പേഴ്സ്, ഈ 4 വാൾപേപ്പേഴ്സിൽ ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് വാൾപേപ്പറാണ് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ ഞാൻ ലോക്ക് സ്ക്രീനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഈ ഒരു വാൾപേപ്പർ ഭയങ്കര മിനിമലും ക്ലീനുമായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ നല്ല ഭംഗിയാണ് ഈ ഒരു വാൾപേപ്പർ ഇട്ടാൽ. അപ്പോൾ ഈ ഒരു വാൾപേപ്പറിന് ലിങ്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ, നല്ല ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യാൻ ഈ ഒരു വീഡിയോ തൊട്ട് താഴത്ത് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ 4 വാൾപേപ്പറും ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന് ആ ഒരു വാൾപേപ്പർ ഇട്ടതിന് ശേഷം നിങ്ങളുടെ ലോക്ക് സ്ക്രീന് ഒന്ന് ടാഗ് ചെയ്യുക. നമുക്കത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ലൈബിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ വരുന്ന ഒരു ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. ആൻഡ് നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ കൂട്ടുകാരുണ്ട്. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ നമ്മുടെ സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴെ പറയുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Abin Xavier signing from Evika.